തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ അടിക്കടി രൂപപ്പെടുന്ന ഗതാഗത തടസ്സത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാറക്കടവ് പുളിയൻമല റോഡിൽ ഗതാഗത തടസ്സമുണ്ടാകുമ്പോൾ മണിക്കൂറുകളാണ് യാത്രക്കാർ വലയുന്നത്. ബൈ റോഡുകൾ ഉണ്ടെങ്കിലും നഗരസഭ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്തതാണ് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നത്. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയുടെ ഭാഗമായ പാറക്കടവ് പുളിയൻമല റോഡിലാണ് നിരന്തരമായ ഗതാഗത തടസ്സമുണ്ടാകുന്നത്. ഏതെങ്കിലും വലിയ വാഹനം റോഡിൽ കുടുങ്ങിയാൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഓഫീസുകളിലേക്കും എത്തേണ്ടവർ ഇതോടെ മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങും. പാതയ്ക്ക് ആവശ്യമായ വീതിയില്ലാത്തതും 5ഓളം വലിയ ഹെയർപിൻ വളവുകളുമാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. നിരന്തരമായി ഗതാഗത തടസ്സമുണ്ടാകുമ്പോഴും പരിഹരിക്കാൻ വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഗതാഗത തടസ്സം ഉണ്ടാകുന്ന വേളയിൽ കട്ടപ്പന പാറക്കടവിൽ എത്തിച്ചേരാൻ 3 ബൈ റോഡുകൾ മേഖലയിലുണ്ട്. എന്നാൽ നഗരസഭ ഈ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ തയ്യാറാവാത്തതോടെ പ്രധാന പാതയെ മാത്രം ആശ്രയിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. 10,000 വണ്ടികളോളം പോകുന്നൊരു വഴിയാണ്. പാരമ്പര്യ ടോർസുകൾ, ഈ കരോട്ട ഹിൽ ടോപ്പ്, അതുപോലെ പോലീസ് വളവുകളിൽ ദിനവും ബ്രേക്ക് ഡൗൺ ആവുകയും അപ്പം ഈ വഴിയിൽ തമിഴ്നാട്ടിൽ നിന്ന് വരികയും ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയും അതുപോലെ സ്കൂൾ ബസ്സുകൾ മുതലായവ ബ്ലോക്കിൽ പെടുകയും രാവിലെയൊക്കെ വന്നു കഴിയുമ്പോൾ അതിന് സ്കൂൾ ബസ് സ്കൂളിൽ പോകേണ്ട പിള്ളേർ നടന്നു പോവുകയും ജോലിക്ക് പോകേണ്ടവരൊക്കെ നടന്നു പോകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഇത് പുളിയമ്മലയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് ബൈപ്പാസ് വഴി അതിലെ മപ്പാമ്പടിയോ അല്ലെങ്കിൽ ആനൂറ്റി വഴിയോ തിരിച്ചു വിടാമെന്ന് വെച്ചാൽ അതിന് വഴികളെല്ലാം മോശമാണ്. ആദ്യമായിട്ട് അങ്ങനെയുള്ള റോഡുകൾ നന്നാക്കി ഈ വാഹനം പുളിയമ്മലയിൽ നിന്ന് തിരിച്ചു വിടാനുള്ള സംവിധാനം ഉണ്ടാകുകയും അതുപോലെ ഇതിന് ബ്ലോക്കായി കഴിയുമ്പോൾ മാറ്റിവിടാനുള്ള എല്ലാ പോക്കറ്റ് റോഡുകളും റെഡിയാക്കി യാത്ര സുഗമമാക്കാനുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നതാണ്. മഴ ശക്തമാകുന്നതോടെ കട്ടപ്പന മുതൽ പുളിയൻമല വരെയുള്ള ഭാഗങ്ങളിൽ മരം കടപുഴകി വീഴുന്നതും ഒടിഞ്ഞു വീഴുന്നതും മണ്ണിടിയുന്നതും പതിവാണ്. ഇത് വലിയ ഗതാഗത കുരുക്കിലേക്ക് നയിക്കും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും തമിഴ്നാട്ടിലേക്ക് ചരക്കുവണ്ടികൾ പോകുകയും വരികയും ചെയ്യുന്ന പാത കൂടിയാണിത്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ നവീകരണം ഉണ്ടെങ്കിലും പദ്ധതിക്ക് കാലതാമസം ഉണ്ടാകുന്നതും വെല്ലുവിളിയാണ്. അടിയന്തരമായി ബൈ റോഡുകൾ നവീകരിക്കുകയും പാറക്കടവ് പുളിയമല റോഡിന്റെ നിലവിലെ അപകട സാഹചര്യങ്ങൾ പരിഹരിക്കുകയും ചരക്ക് വാഹനങ്ങൾക്ക് വൺ വേ ക്രമീകരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തുകയും വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.